അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. നമ്മൾ അതേപോലെ തന്നെ ഒന്ന് ചുരുക്കുന്നതാണ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽസിനെ ചുരുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസ് ചെയ്ത് തന്നെ പഠിക്കണം. പക്ഷെങ്കിൽ ആ ചെയ്യുന്ന സംഭവം എത്രയൊക്കെ ഉണ്ട് എന്നുള്ളൊരു ലെങ്ത് ഓഫ് വേ നമുക്ക് നോക്കിയാലോ. അതാണ് നമ്മൾ എന്താക്കുന്നത് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽസ് ദ ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആയാലും സെക്കൻഡ് ടൈമിൻ്റെ എക്സാം ആയാലും ഏത് എക്സാമിനാണെങ്കിലും ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വി കിട്ടും. വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മക്കളെ ഇൻ്റഗ്രൽസ്. സോ നമുക്ക് ഞാൻ എന്തൊക്കെയാണ് ചെറുതായിട്ടിനെ കൊണ്ടാവുന്നത് പോലെ നിങ്ങൾക്ക് ഒരു കുടക്കീയിൽ ഞാനിത് കൂടി ആക്കി തരാൻ ശ്രമിക്കാം. സോ നോക്കാം മക്കളെ, ഇൻ്റഗ്രൽസിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇത് ഇൻ്റഗ്രൽസ്. ഈ ഇൻ്റഗ്രൽസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ കാരണം അധിക പ്രോബ്ലത്തിലും ഈ ഇൻ്റഗ്രൽസ് നമ്മൾ എന്താക്കുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോവാണ്. ഫസ്റ്റ് ഇൻ്റഗ്രലാണ് മക്കളെ ഇൻ്റഗ്രേഷൻ എക്സ് റൈസ് ടു എൻ. ഇതൊന്നും ഇത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്, അതേപോലെ ഇൻ്റഗ്രേഷൻ ഓഫ് 1/x സ്ക്വയർ, അതുപോലെയുള്ള ഇൻ്റഗ്രേഷൻസ് ഒക്കെ ഇല്ലേ ഡി എക്സ്, ആ ഒരു ഇൻ്റഗ്രേഷൻ ഒക്കെ ഇല്ലേ. ആ ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയർ എന്താണ് n is equal to 2 ആണ്. സോ എക്സ് റൈസ് ടു 2 + 1/2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തൊക്കെ കൊടുക്കാം, എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് സി ഇത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതാണ്. ഇനി രണ്ടാമത്തെ നിങ്ങളെ ഈ 1/x സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കോ, ഇൻ്റഗ്രേഷൻ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ്. ഇങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/x സ്ക്വയറിനെ നമ്മൾ എക്സ് റൈസ് ടു -2 എന്ന് മാറ്റി എഴുതാൻ പറ്റും. എക്സ് റൈസ് ടു -2 എന്ന് മാറ്റി എഴുതാൻ പറ്റും. ശ്രദ്ധിക്കണ ആ കാര്യം. അത് വെച്ചിട്ടാണ് ഞാൻ എന്താക്കുന്നത് ഈ ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിനെ മാറ്റിയാണ് ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് റൈസ് ടു -2 ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ് റൈസ് ടു -2 + 1/-2 + 1 പ്ലസ് ഒരു സി വേണേ. എപ്പോഴും ഒരു ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യാണ്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് അല്ല, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു പ്ലസ് സി കരുതണം. കാരണം ഒരു പ്ലസ് സി അവിടെ ഉണ്ട്. ബിക്കോസ് എന്താണ് ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റീജിയൻ്റെ ഏരിയ കാണാനാണ്. സോ ഇവിടെ എന്തുണ്ട്, നമ്മൾ എത്ര റെക്റ്റാങ്കിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ ചെറിയൊരു സ്ഥലം ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ടാവും. അതെന്താക്കണം, നമുക്ക് ഫില്ല് ചെയ്യണ്ടേ. സോ നോക്കണേ, എപ്പോഴും ഒരു പ്ലസ് സി ഇടണം. സോ നമ്മൾ എന്താക്കാണ് ഇതിന് ഫൈനൽ ആൻസർ എന്ത് വരും, നേരം -1/x + c എന്ന് വരും. ഇതാണ് നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി റൂട്ട് എടുക്കുന്ന ടൈമിൽ എന്താണ്, എക്സ് റൈസ് ടു 1/2 ആണ്. ഇൻ്റഗ്രേഷൻ ഓഫ് √x dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് റൈസ് ടു 1/2 dx ആണ്. ഇതും എന്താക്കുക അതേ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ ഓഫ് 1/√x dx എന്താക്കാം, നമുക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് എക്സ് റൈസ് ടു -1/2 dx ഉപയോഗിച്ചിട്ട് എന്താക്കാം കണ്ടുപിടിക്കാം. ഇതൊന്നും ഒരു വിഷയമല്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് സൈൻ ഓഫ് 2x dx. അതായത് ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്ന ടൈമിൽ സൈൻ ഓഫ് 2x എന്നൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എന്താ ചെയ്തത്, സൈനിൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് കണ്ടു, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് എന്താക്കി എക്സിൻ്റെ കൂടെ എന്താണോ കോഎഫിഷ്യൻ്റ് ഉള്ളത് അതുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ നേരെ താഴ്തിരിച്ചിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് എന്നുള്ളത് എന്താണ്, -cos x ആണ്. കോസ് എക്സിന് വരുമ്പോൾ എന്നുള്ളത് 2x ആണുള്ളത് കറക്റ്റാണ്. പക്ഷേ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത ആ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻ്റഗ്രേഷൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഡിവൈഡ് ആവും. അവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ആ എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റ് ഇവിടെ ഇൻ്റഗ്രേഷൻ വരുമ്പോൾ ഡിവൈഡ് ആവും +c. അത് ഏത് കേസ് എടുത്ത് കഴിഞ്ഞാലും എക്സിൻ്റെ കൂടെ ഒരു കോഎഫിഷ്യൻ്റ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് /2 ആവും. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ പഠിക്കേണ്ട ഇൻ്റഗ്രേഷൻ ആണ് ഇൻ്റഗ്രേഷൻ ഓഫ് e⁻x ആണ്. ഇനി ഇൻ്റഗ്രേഷൻ ഓഫ് e⁻3x dx നിങ്ങളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് e⁻3x dx നിങ്ങൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ e⁻3x തന്നെയാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. e⁻3x തന്നെയാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ എന്തുണ്ട്, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ 3x കൂടെ ഒരു കോഎഫിഷ്യൻ്റ് വരുന്നുണ്ട്. ഏതാണ് കോഎഫിഷ്യൻ്റ്, ദാറ്റ് ഈസ് 3/3 + c. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. e⁻3x ഇൻ്റഗ്രേഷനാണ് ഞാൻ എഴുതിയത്. ഇൻ്റഗ്രേഷൻ ഓഫ് e⁻3x dx അതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാലും e⁻x അതായത് എക്സ്പാൻഷൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രേഷനും ഡെറിവേറ്റീവും അത് തന്നെയാണ് വരിക. സോ e⁻3x തന്നെ വന്നു. പക്ഷെങ്കിൽ എക്സിൻ്റെ കൂടെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട് 3, അത് /3 കൊടുക്കണം. ദാറ്റ് ഈസ് e⁻3x /3 + c. ഈ ഒരു കാര്യം എപ്പോഴും കോഎഫിഷ്യൻ്റ് ഉള്ള സാധനം എടുത്ത് ഡിവൈഡ് ചെയ്യാൻ എപ്പോഴും ഓർമ്മിക്കണം. അത് മറന്നു പോകരുത്, അത് വിട്ടുപോകരുത്. അത് വിട്ടുപോയാൽ നമ്മൾ ഉത്തരം തെറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇൻ്റഗ്രേഷൻ ഓഫ് 1/x
ഇന്റഗ്രേഷൻ ഓഫ് 1/x dx. നമ്മുടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു മലയില്ലേ, അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് ഇന്റഗ്രേഷൻ 1/x dx. അതിലേക്കാണ് നമ്മൾ അധിക സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്താണെന്നൊക്കെ നമുക്ക് എന്താക്കാം വയ്യെ ഡിസ്കസ് ചെയ്യാം. സോ ഇന്റഗ്രേഷൻ ഓഫ് 1/x dx ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ലോഗ് ഓഫ് മോഡ് എക്സ് പ്ലസ് സി ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ പിന്നെയാണ് മക്കളെ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ്. ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് ഇത് പഠിക്കാൻ ഒരു എളുപ്പം ഞാൻ വെച്ചാൽ നിങ്ങൾ എന്താക്കിയാൽ മതി, ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ്, അതായത് ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്തായിരിക്കും, കോസ് എക്സ് ആയിരിക്കും. ബിക്കോസ് അവിടെ മൈനസ് വരുന്നതിന് ഇവിടെ പ്ലസ്സാണ്, ഇവിടെ മൈനസ് വരുന്നതിന് അവിടെ പ്ലസ്സാണ്. സോർത്തോളാം. സോ ഞാൻ ഇവിടെ പഠിക്കുന്ന ഒരേ സാധനം ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ്. ഒരു കാര്യം ഓർത്താൽ മതി, ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് സൈൻ്റെ കോസാണ്, അത് മൈനസ് ആണോ പ്ലസ് ആണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എന്നുള്ളത് കോസാണ്, അത് മൈനസ് ആണോ പ്ലസ് ആണെന്ന് മാത്രമാണ് മതി. സോ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ് പഠിച്ചു നോക്കുക. ദാറ്റ് ഈസ് മൈനസ് കോസ് ആൻസർ വരുന്നത് ഇന്റഗ്രേഷനിൽ മൈനസ് ആണെന്ന് ഓർത്ത് നോക്കുക. ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇനി അഥവാ അന്നേരം നമുക്ക് മൈൻഡ് വെച്ച് അടിക്കാൻ പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ എഴുതി വെക്കുക, ഇന്റഗ്രേഷൻ ഓഫ് സൈൻ എക്സ് വിച്ച് ഇസ് മൈനസ് കോസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് കോസ് എക്സ് ദാറ്റ് ഈസ് സൈൻ എക്സ്. ഇനി ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് അവിടെ കോസ് നിങ്ങൾക്ക് മൈനസ് നിൽക്കും. സോ ഇതെന്താണ് പ്ലസ് ആണ്. സോ സൈൻ എക്സ് കോസ് എക്സ് അവർ എഴുതി വെക്കാം, ഇത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എഴുതി വെച്ചാൽ മൈൻഡ് തന്നെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്ത് തല മുന്നാക്കാണ്ട് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കലൊന്നും കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു സംഭവം നോക്കാം. ഈ ഒരു സംഭവം കാണുന്നുണ്ട് നിങ്ങൾ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇമ്പോർട്ടൻ്റ് ഓഫ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് ഈസ് ഇവനാണ് മക്കളെ മൂന്നാമത്തവൻ. ഇന്റഗ്രേഷൻ ഓഫ് ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് സി. ബിക്കോസ് ടി ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി ടി എന്നുള്ളത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് വരും. ഇവനെ പല മെത്തേഡ്സിലാക്കിയിട്ട് ചാടിച്ച് കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഏതാ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഇവനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇവൻ്റെ ഡെറിവേറ്റീവും ഇവൻ്റെ ഇൻ്റഗ്രേഷനും. ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് എന്തത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. സോ ഇവനെ ഓർത്ത് വെച്ചോളാം, ഇവനെ നമുക്ക് നല്ല ആവശ്യമുണ്ട്. സോ ഇതാണ് നമുക്ക് എന്താക്കിയത് ബേസിക് ആയിട്ട് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾ എന്താക്കുക ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളിലേക്ക് പോവാം. നമുക്ക് ഇൻ്റഗ്രേഷനിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ്, അതായത് ഏറ്റവും കുഴക്കുന്നതുമായ പ്രോബ്ലംസ് വരിക ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതും അത് തന്നെയാണ്. അതെന്താണ്, ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണോ. സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഒന്നുമില്ല മക്കളെ, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ഇൻ്റഗ്രേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻ്റഗ്രേഷൻ്റെ അടുത്ത് ഇപ്പോൾ എനിക്കൊരു സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ളൊരു ഇൻ്റഗ്രേഷൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ എക്സ് വരിക. സോ എനിക്കറിയാം എവിടെയാണെങ്കിലും നമുക്ക് എന്തൊക്കാം ടി കൊടുക്കാം, എവിടെ വേണമെങ്കിൽ ടി കൊടുക്കാം. കാരണം എന്താണ്, കോസിൻ്റെ ഡെറിവേറ്റീവാണ് സൈനിൻ്റെ ഡെറിവേറ്റീവാണ് കോസിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് സൈൻ എക്സ്, സൈൻ്റെ ഡെറിവേറ്റീവാണ് കോസ്. സോ കൊടുക്കാം, അത് നമ്മൾ എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം മേലെയോ താഴെയോ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മേലെയോ താഴെയോ എന്തിൻ്റെങ്കിലും ഡെറിവേറ്റീവ് ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അങ്ങനെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഏതിൻ്റെയാണോ ഡെറിവേറ്റീവ് ഒളിച്ചിരിക്കുന്നത് അതിന് സം ടി എന്ന് പുട്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് എന്താക്കുക, ഏതാണോ ഡെറിവേറ്റീവ് അതിന് ഡി ടി എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷനെ ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ ഉദാഹരണമായിട്ട് ഇവിടെ സൈൻ കോസ് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെയാണ്, കോസിന് ഞാൻ ടി എന്ന് പുട്ട് ചെയ്യാണ്, കോസ് എക്സിന് ഞാൻ എന്തൊക്കെയാണ് ടി എന്ന് പുട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പുട്ട് ചെയ്യുകയാണെങ്കിൽ ഡി ടി എന്ത് വരും, ഡി ടി ദാറ്റ് ഈസ് മൈനസ് സൈൻ എക്സ് പ്ലസ് സി വരും. മൈനസ് സൈൻ എക്സ് പ്ലസ് സി വരും. പക്ഷേ ഇവിടെ എന്താണുള്ളത്, ഇവിടെ ഉള്ളത് പ്ലസ് ആണുള്ളത്. ഇവിടെ നിന്നൊരു മൈനസ് എടുത്താൽ മതി. സോ എനിക്ക് ഇതിനെങ്ങനെ മാറ്റിയതാം, ഇൻ്റഗ്രേഷൻ ഓഫ് 1/t dt എന്ന് മാറ്റിയതാം. ശരി, പ്ലസ് സി അല്ല അവിടെ സൈൻ എക്സ് ഡി എക്സ് ആണ്. സോ സൈൻ എക്സ് ഡി എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, സൈൻ എക്സ് ഡി എക്സിന് പകരം എനിക്ക് ഡി ടി എന്ന് കൊടുക്കാം. കോസ് എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, ടി കൊടുക്കാം. പക്ഷേ ഒരു മൈനസ് അവിടെ ഉണ്ട്, മൈനസിനെ വിട്ടു പോകരുത്. ആ മൈനസിനെ വിട്ടു പോകരുത്. അക്കാര്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. അക്കാര്യം നിങ്ങൾ ഇങ്ങനെയാണ് എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് കൊടുക്കുക. സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കുക. കാരണം ഫസ്റ്റ് നോക്കേണ്ടത് ഒരു ഇൻ്റഗ്രേഷൻ തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ ഡെറിവേറ്റീവ് താഴെയോ മേലെയോ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സംഭവമാണ് ഇൻ്റഗ്രേഷൻ ഓഫ് യൂസിങ് ട്രിഗ്നോമെട്രി ഐഡൻറ്റിറ്റീസ്. ഇത് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കൽ കുറവാണ്. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം ടെക്സ്റ്റിലുള്ള 3-4 പ്രോബ്ലംസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. സോ ആ പ്രോബ്ലംസ് നിങ്ങൾ എന്താക്കുക, പഠിച്ചു നോക്കുക. ഇത് ചോദിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ കാണാനാണ്. പക്ഷെങ്കിൽ അതിലൊരു
ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ തരും. ആ ട്രിഗ്നോമെട്രി ഫംഗ്ഷന് വേറൊരു രൂപമുണ്ട്. ഐ മീൻ ഒരു 1 + cos x 2 cos 2x 1 + sin 2x അങ്ങനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. എന്നിട്ട് സുഖമായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. സോ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോബ്ലംസ് പഠിച്ചാൽ തന്നെ എന്താക്കാൻ പറ്റും, ഇൻ്റഗ്രേഷൻ ഓഫ് യൂസിങ് ട്രിഗ്നോമെട്രി ഐഡന്റിറ്റീസ് നമുക്ക് എന്താക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. പിന്നെ അടുത്താണ് മക്കളെ ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫംഗ്ഷൻസ്. ഇതിനെക്കുറിച്ച് എന്താക്കാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് താഴെ സംഭവം എഴുതി വെച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പിന്നെ അടുത്താണ് ഇൻ്റഗ്രേഷൻ യൂസിങ് പാർഷ്യൽ ഫംഗ്ഷൻ. നമുക്ക് എളുപ്പമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻ്റഗ്രേഷൻ ഓഫ് യൂസിങ് പാർഷ്യൽ ഫംഗ്ഷൻ. ഏറ്റവും ഈസി ആയിട്ട് സ്വാതന്ത്ര്യം പോകാൻ പാടില്ല. പിന്നെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, അതുപോലെ തന്നെ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇൻ്റഗ്രൽസിൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ കുഴപ്പിക്കില്ല. ഈ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സും അതേപോലെ തന്നെ ഇൻ്റഗ്രേഷൻ യൂസ് പാർഷ്യൽ ഫംഗ്ഷൻസും നമ്മൾ എന്താക്കില്ല, ഇൻ്റഗ്രൽസിൻ്റെ കേസിൽ കുഴപ്പിക്കില്ല. സോ അതിന് നല്ലോണം കുറച്ച് ഇമ്പോർട്ടൻറ്റ് പഠിച്ചോ. പിന്നെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിനെ കുറിച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും, അതായത് നമ്മൾ എന്താക്കുകയാണ്, ഇത് ഇൻ്റഗ്രലിനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ട് വാരി ചെയ്യാണ്. അതാണ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽസിൽ പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഇൻ്റഗ്രൽസ് ഓഫ് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. ഇത് ചോദിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കെങ്കിലും ഈ ഒരു ടൈപ്പിൽ, അതായത് ഈ ഒരു സം പർട്ടിക്കുലർ ഫംഗ്ഷൻസിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾ ക്രിസ്മസ് എക്സാമിനും ഉണ്ടാകും, അതുപോലെ തന്നെ നിങ്ങൾ മെയിൻ എക്സാമിനും ഉണ്ടാകും. വളരെ സാധ്യതയുള്ള സാധനം. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, എന്തായാലും ഉണ്ടാവും. പക്ഷെങ്കിൽ ചെറിയൊരു ട്വിസ്റ്റ് ഇട്ടിട്ടാണ് ഇത് ചോദിക്കുക. എങ്ങനെ ആ ട്വിസ്റ്റ് നോക്കിക്കോളെ. ആ ട്വിസ്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതാ, ഇപ്പം എനിക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തത്, ദാറ്റ് ഈസ് 1/x² + 6x - 7 dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാ ഈ ഒരു മോഡലിലാണ് ക്വസ്റ്റ്യൻ വരിക. ഈ ഒരു മോഡൽ എന്തില്ല, നമ്മൾ ഈ കാണുന്ന ഒരൊറ്റ സംഭവം കാണുന്നില്ല. ഇതിലുള്ള ഒരു സംഭവം കാണുന്നില്ല. x² - a² കാണുന്നില്ല, a² - x² കാണുന്നില്ല, x² + x², അങ്ങനത്തെ ഒരു സംഭവം കാണില്ല. പക്ഷെങ്കിൽ ഇതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ്. എങ്ങനെയാണെന്ന് നോക്കിക്കോളെ. ഞാനിതാ എൻ്റെ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്, x² ലൈൻ ഇവിടെ നിന്ന് അടുത്ത് ചെയ്യുന്നതാണ്. നോക്കിക്കോളാം, ജസ്റ്റ് തന്നില്ല x² + 6x - 7 ഉണ്ടല്ലോ. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാ. എങ്ങനെയാണ് മാറ്റിയെന്ന് നോക്കിക്കോളെ. എങ്ങനെയാണ് മാറ്റുക, ഫസ്റ്റ് ഒരു എക്സ് കൊടുക്കുക, ഒന്നും ചെയ്യേണ്ട. ഇനി ഇവിടെയുള്ള സൈൻ എന്താണോ അത് ഇവിടെ എടുത്ത് കൊടുക്കുക, പ്ലസ് ഒരു നമ്പർ ഇടാനുള്ള സ്പേസ് കൊടുക്കുക, സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഇനി ഇവിടെയുള്ള നമ്പർ അറിയണമെങ്കിൽ ഇവിടെയുള്ള നമ്പറാണ്, ഒന്നുമില്ല മക്കളെ, ഇവിടെ ഏതാ നമ്പർ നോക്കുക, 6 ആണ്. ആ 6 2ൻ്റെ ഏത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, 3 ആണ്, അത് കൊടുക്കുക. അതാണ് ഫസ്റ്റ് പണി. കൊടുത്തോ നിങ്ങൾ. എന്നിട്ട് എന്താക്കുക, ഇതിന് എക്സ്പാൻഡ് ചെയ്തോ. ദാറ്റ് ഈസ് x² + 6x + 9 ആണല്ലോ. സോ ഇവിടെ എനിക്ക് എന്താ വരുന്നത്, പക്ഷെങ്കിൽ -7 ആണ് കിട്ടുന്നത്. -7 കിട്ടാൻ 9നോട് എന്ത് ഏഡ് ചെയ്യണം, -16 ഏഡ് ചെയ്യണം. -16 ഏഡ് ചെയ്തു. -16 ഏഡ് ചെയ്തു. -16 ഏഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, ഇതിനെ മാറ്റിയിട്ട് എങ്ങനെ എഴുതാം. സോ കണക്ക് കിട്ടിയ സാധനം x² + 6x + 9 എന്താണ് 16 ആണല്ലോ. ആ ഒരു സംഭവത്തിന് എങ്ങനെ മാറ്റി എഴുതാം, x + 3 (² - 4². ഇപ്പം ഏത് ഫോർമാറ്റിലായി, x² - a², ഫസ്റ്റത്തെ ഫോർമാറ്റിലായില്ലേ, x² - x². ഇതുപോലെ മാറ്റി എഴുതണം. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഈ ഒരു ഫോർമാറ്റിലാണ് അധികവും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറ്. സോ വിട്ടുപോകരുത്. അപ്പം ഇതെന്താക്കണം, യൂസ് ചെയ്യണം. x² അല്ല, x² + xx + -7 അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങൾ ഇതാ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളെ. ഇതാ ഈ ഫസ്റ്റുള്ള ഈ 3 പോയിന്റ്സ് ഉണ്ടല്ലോ, ഫസ്റ്റുള്ള ഈ 3 ഇൻ്റഗ്രേഷൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത്. ഏറ്റവും ഞാൻ ഈ ക്ലാസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് പറയുന്നത് മറ്റുള്ളത് പഠിക്കരുത് എന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് ഈ ഒരു മേഖലയിൽ നിന്നാണ്. ഈ ഒരു 3 കാര്യം, സം പെർട്ടിക്കുലർ ഫംഗ്ഷൻസിൻ്റെ പ്രോബ്ലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഈ ഒരു 3 ടൈപ്പാണ്. 1/x² - a², അതുപോലെ തന്നെ 1/a² - x², 1/x² + a². ഇതിലെന്തൊക്കെയാ മതി, ഇത് രണ്ടും മിക്സ് ചെയ്ത് പഠിച്ചാൽ. എങ്ങനെ മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ. 1/x² - a² 1/2a log x - x + a മാത്രം പഠിക്കാം. ബാക്കി ഇതുവരെ എന്താക്കുക, 1/2 log a എന്താക്കുക, അത് അതുപോലെ തന്നെ എന്താക്കുക അപ്ലൈ ചെയ്യുക. ബാക്കി എന്തുണ്ട്, mod x - a/ എന്തുണ്ട് x + a ഉണ്ട്. ഇതൊരു എന്താന്ന് നോക്കി, ഒരു സർക്കിളാന്ന് വിചാരിക്കും. ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു പമ്പര എന്ന് വിചാരിക്കും. ഇതിനെ ഞാനിങ്ങനെ തിരിക്കാൻ പോവാം. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് മേലേക്ക് വരില്ലേ, ഇതിങ്ങനെ മേലേക്ക് വരും. ഇത് മേലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എന്ത് വരും, a വരും, പിന്നെ x വരും, പിന്നെ എന്ത് വരും, നേരെ തലച്ചാൽ താഴെ എന്ത് വരും, a വരും, -6 വരും. അത് നിങ്ങൾ തന്നെ തിരിച്ചാൽ മതി. അത് ഇങ്ങനെ തന്നെ തിരിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ ഉത്തരം കിട്ടും. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ ആണ്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതെന്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരും. മറ്റേ എന്തൊക്കെയും ആ ഒരു സ്റ്റൈൽ ഓഫ് ഇതിൽ പഠിച്ചാൽ മതി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് രണ്ടാമത്തെ പ്രോബ്ലത്തിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ തന്നെ വേറെന്താണ്, ഫൈൻഡ് ദ ഇന്റഗ്രൽസ് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. അതായത് ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റ് എന്താക്കുക, ആ എനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് ബി ബൈ എ എക്സ് പ്ലസ് സി ബൈ എ എന്നുള്ളൊരു ഫോർമാറ്റിലേക്ക് മാറ്റി ചെയ്താൽ എന്നിട്ട് ഇതാ ഈ ഒരു ഫോർമാറ്റിലേക്ക്, അതായത് ഈ ഒരു ചേഞ്ച് ഇതിന് വരുത്താം. എന്നിട്ട് ഈ സി മൈനസ് ബൈ എ ബി സ്ക്വയർ ബൈ 4a സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് ചോദിക്കാർ വളരെ കുറവാണ്. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടണം. അതിനാണ് ഞാൻ ഇത് കാണിച്ചത്. എന്നിട്ട് ഇത് നമുക്ക് എന്താക്കാം, ഈ ഒരു ഫോർമേഷൻ കിട്ടും. സോ നമുക്ക് എന്താക്കാം, ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതാ ഈ ഒരു സംഭവം, സെയിം ഓഫ് മെത്തേഡ്. അതിൽ എന്ത് കണ്ടുപിടിക്കണം, എയും ബിക്കും വാല്യൂ കണ്ടുപിടിക്കണം. എക്കും ബിക്കും വാല്യൂ കണ്ടുപിടിക്കുന്ന ടൈമിൽ ഫസ്റ്റത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഈസി ആയിട്ട് കിട്ടും. രണ്ടാമത്തെ കണ്ടുപിടിക്കുന്ന ടൈമിൽ ബീൻ്റെ കണ്ടുപിടിക്കുന്ന ടൈമിൽ നമുക്ക് എന്താക്കണം, ഈ മേലെയുള്ള ഈ ഒരു സംഭവം തന്നെ ഇതന്നെ ഒന്നും കൂടി യൂസ് ചെയ്യണം. ഇതാണ് നമുക്ക് സം പെർട്ടിക്കുലർ ഫംഗ്ഷൻ മതി. ഈ ഞാൻ ലാസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം ചോദിക്കാൻ വളരെ കുറവാണ്. കാരണം നിങ്ങൾ അധികം എന്താക്കില്ല, ഇടങ്ങാറാക്കാറില്ല. സോ പേടിക്കണ്ട. പിന്നെയാണ് മക്കളെ ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫങ്ഷൻസ്. ഈ ഒരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ മാർക്ക് നിങ്ങൾ ഒരിക്കലും എന്താക്കരുത്, കളഞ്ഞു കുടിക്കാൻ പാടില്ല. ബിക്കോസ് ഒരിക്കലും നമ്മളെ കുഴപ്പിക്കാത്ത ഒരു മേഖലയാണിത്. ഒരിക്കലും നമ്മളെ കുഴപ്പിക്കില്ല. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരിക്കലും ഇൻഡയറക്റ്റ് ചോദിക്കില്ല. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. സോ ഇതൊരിക്കലും നിങ്ങൾ വിട്ട് കളറി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടത് ഞാൻ ഇതാ ഈ ഫസ്റ്റുള്ള ഈ 3 എണ്ണമാണ്. ഇതിലുള്ള ഈ 2 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 3-4 പേരിൽ ഉത്തരം കിട്ടും. മൂന്നാമത്തെ വരുമ്പോൾ കുറച്ചൊരു പണിയെടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ അത് 3-4 മാർക്കിനാണ് ചോദിക്കുക. സോ ഒരിക്കലും വിട്ട് കളറി. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് ചെയ്യാനൊന്നുമില്ല. എന്തൊക്കെയാണ് മതി, ഇവിടെ തരുന്ന വാല്യൂസ് എന്തൊക്കെ, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഇക്വേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റഗ്രേഷനാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അതൊരിക്കലും വിട്ട് കളയത്. പിന്നെയാണ് മക്കളെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചോ. ഒന്നുമില്ല, എഫ് ഓഫ് എക്സ് ഇൻ ഇൻ്റഗ്രേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ് മൈനസ് ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻ്റഗ്രേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഡി എക്സ്. ഇതിൽ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് വരുന്ന, ഇ റൈസ് ടു എക്സ് വരുന്ന എക്സ്പാൻഷൻ സ്ക്വയർ ഇ റൈസ് ടു എക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. ഇതാണ് വരുന്നത് പൊതുവേ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഐ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് പുട്ട് ചെയ്തു 4 മാർക്കിന് ചോദിക്കും ഐ ഇസ്. കാരണം ലാസ്റ്റ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടാമതൊരു ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് കൂടി ചെയ്യാനുണ്ടാവും. അതുകൂടി ചെയ്ത് കഴിയുന്ന ടൈമിൽ നിങ്ങൾക്ക് വീണ്ടും എത്തുക ഈ ഒരു ഐ തന്നെയായിരിക്കും. സോ ഐന് ഇങ്ങോട്ടേക്ക് എടുത്ത് 2i ആയിട്ടൊക്കെ എഴുതാനുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയുണ്ട് നമ്മുടെ ലൈവ് സെക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ഇ റൈസ് ടു എക്സ് സൈൻ എക്സ് ഈ ഒരു സംഭവം നിങ്ങൾ എന്താക്കാം മനസ്സിലാക്കി വെച്ചോ. കാരണം ഐ ഇസ് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മക്കളെ ഇൻ്റഗ്രേഷനിൽ കിട്ടും, അല്ലെങ്കിൽ എവിടെ കിട്ടും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഇൻ്റഗ്രേഷൻ കിട്ടും അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട. സോ നോക്കണ്ട. പിന്നെയുള്ള മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഇത് കണ്ടോളൂ നിങ്ങൾ. ഈ ഒരു സംഭവം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൊക്കെ കൊടുത്തതിന് ശേഷം മാറ്റിയിട്ടൊക്കെ. പക്ഷേ ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കാൻ ഫസ്റ്റത്തത് ആ ഒരു ഫംഗ്ഷനും രണ്ടാമത്തെ പ്ലസ് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവുമാണ്. ബ്രാക്കറ്റിന് പുറത്ത് ഇ റൈസ് ടു എക്സും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച മക്കളെ ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് ഉത്തരം. ഇതൊരൊറ്റ കാര്യം നിങ്ങൾ ഓർമ്മിച്ചോളെ. 3-4 മാർക്കിന് ചോദിക്കും. പക്ഷേങ്കിൽ അവിടെ നിങ്ങൾ ഐഡിയ യൂസ് ചെയ്താലാണ് ആ മാർക്ക്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ നോക്കണം. പിന്നെ അടുത്ത സംഭവം ഇവനെ മുഖ്യമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ബിക്കോസ് ഇവനുള്ള ഒരു വലിയൊരു കലാകാരനുണ്ട്. ആരാണെന്നറിയോ നിങ്ങൾക്ക്? ഇവന. കാരണം ഇവനെ കൊണ്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഒരു ചാപ്റ്ററിലെ മുഴുവൻ പ്രോബ്ലംസ് ഇവനെ കൊണ്ടാണ്. മുഴുവൻ പ്രോബ്ലംസിൽ ഒരു പരാബോള വെച്ചിട്ടുണ്ട് അറിയാൻ. എന്നാലും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഇവനെ കൊണ്ടാണ് ചോദിക്കുക. സോ ഇവനെ പഠിച്ചു വെച്ചോ, നിങ്ങൾക്ക് ഉപകാരം. ബാക്കിയുള്ള 2 കൂടി പഠിച്ചു വെച്ചോ. എക്സാമിന് ചോദിക്കാർ കുറവാണ്. എന്നാലും എന്താക്കാം ഒന്ന് നമ്മൾ നോക്കി വെക്കുക. പക്ഷെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, ഉറപ്പാണ്. ഒരിക്കലും അത് വിട്ടുപോകരുത്, ഒരിക്കലും അത് വിട്ടുപോകാനേ പാടില്ല. പിന്നെ മക്കളെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതും എന്താണ്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ്. ഇനി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും, ഒരു +c കിട്ടും. അപ്പം ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താ +c ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ എന്താകും, a to b, അതായത് ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് a to b. അത് എങ്ങനെയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക്
ഇതാ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുകയാണെങ്കിൽ സം എഫ് ഓഫ് എക്സ് ഉണ്ടല്ല ബി ടു എ, ദാറ്റ് ഈസ് നമുക്ക് ആൻസർ വരിക എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. ദാറ്റ് ഈസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് നമ്മുടെ ഇന്റഗ്രേഷന്റെ ഉത്തരം. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയിരിക്കും നമ്മുടെ ഇന്റഗ്രേഷന്റെ ഉത്തരം. അതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് എ ടു ബിയിലേക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് എഫ് ഓഫ് ബി, അതായത് എക്സിന് പകരം ബി അപ്ലൈ ചെയ്തിട്ട് അതിൽ നിന്നും എന്താക്കുക, എഫ് ഓഫ് എ മൈനസ്. ഇതാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതാ ഇവനെയാണ്. ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. അതായത് ഇന്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ള ഒരു സംഭവത്തിന് ഇക്വേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ 0 to എഫ് ഓഫ് എക്സ് ഡി എക്സിന് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ഐ തന്നെ ആയിരിക്കും എന്തെന്ന് ഇന്റഗ്രൽ 0 to എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സിന്. അതായത് ആ ഒരു സംഭവം വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ആ ഒരു സംഭവം നിങ്ങൾ എന്താക്കുക, പഠിച്ചു വെക്കുക. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഒരു സംഭവമാണ് എന്തെന്ന് ഈവൺ ഫംഗ്ഷൻ്റെയും ഓഡ് ഫംഗ്ഷൻ്റെയും ഈ 0 to a മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത്. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഓഡ് ഫംഗ്ഷൻ ആണോ ഈവൺ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക. അതിന് ഉത്തരം കണ്ടുപിടിക്കുക. സൈൻ എക്സിൻ്റെ ആണ് അധികവും ചോദിക്കാറ്. -π/2 സൈൻ എക്സിൻ്റെ ആണ് അധികവും ചോദിക്കാറ്. സോ ആ ഒരു കാര്യം നോക്കാം. ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻ്റഗ്രൽസ് പഠിക്കുന്നത്. ഇൻ്റഗ്രൽസ് എപ്പോഴും ചെയ്ത് തന്നെ നിങ്ങൾ പഠിച്ച് ശ്രമിക്കണേ. ഇതൊക്കെയാണ് പഠിക്കാനുള്ളത്. ഈ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഒരു ഫോർമുലയിലാണ് ഇത് പഠിക്കേണ്ടത്. ഇനി ഇത് പഠിച്ചു തുടങ്ങുന്ന ടൈമിൽ നിങ്ങൾ എന്താക്കുക, ഈ ഒരു സംഭവത്തിൻ്റെ ഇക്വേഷൻ ബുക്കാക്കിയിട്ട് നിങ്ങളെ കയ്യിൽ വെക്കുക. ഇതിൽ ഞാൻ എഴുതിയ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഇക്വേഷൻ ബുക്കായിട്ട് നിങ്ങളെ കയ്യിൽ വെച്ചതിന് ശേഷം ഏതാണോ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റബിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും എക്സാമിന് വേണ്ടി ഒരു ഓൾ ദി ബെസ്റ്റ്.